ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനനശിഖരം എന്ന നോമ്പുകാല ധ്യാന ചിന്തകളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നോമ്പുകാലത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിലെ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിനും മറ്റുള്ളവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ലഭിച്ചിരിക്കുന്ന വിഷയം ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ എന്നതാണ്. ഹോപ്പ് ആങ്കർഡ് ഇൻ ക്രൈസ്റ്റ്. 3 വേദഭാഗങ്ങളാണ് ഉള്ളത്. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 20 വരെ, വിശുദ്ധ യോഹന്നാൻ 5-ാം അധ്യായം 25 മുതൽ 29 വരെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1. ഉയർത്തെഴുന്നേറ്റ യേശുവാണ് ക്രിസ്തീയ പ്രത്യാശയുടെ സ്രോതസ്. ദ സോഴ്സ് ഓഫ് ക്രിസ്ത്യൻ ഹോപ്പ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹു റോസ് ഫ്രം ദ ഡെഡ്. യോഹന്നാൻ 5:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. റോമൻ ഭരണകൂടത്തിനോ യഹൂദ മത നേതൃത്വത്തിനോ യേശുവിനെ എന്നേക്കുമായി കല്ലറയിൽ തറയ്ക്കാനായില്ല. അവർ ഇട്ട മുദ്ര പൊട്ടിച്ച്, അവർ നിർമ്മിച്ച കാവലാളുകളെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. യോഹന്നാൻ 5:29 ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പുനരുത്ഥാനമുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും നിത്യതയ്ക്കായി ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശ തുറന്ന കല്ലറ തരുന്നു. ഈ പ്രത്യാശയിലാണ് നമ്മുടെ ജീവിതം കെട്ടുപണി ചെയ്യേണ്ടത്. ക്രിസ്തീയ ജീവിതത്തെ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ പ്രത്യാശ നമ്മെ സഹായിക്കട്ടെ. 2. പ്രത്യാശ നമ്മുടെ കടമകളെ നിർവഹിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. Hope motivates us to fulfill our responsibilities. യോഹന്നാൻ 5:29 പറയുന്നത്, കല്ലറകളിലുള്ളവർ അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും എന്നാണ്. അന്ത്യന്യായവിധി ദിവസം നന്മ ചെയ്തവർ ജീവങ്കലേക്കും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയിലേക്കും കടക്കും. പ്രത്യാശയോടെ വരുവാനുള്ളതിനെ കാത്തിരിക്കുന്നവർക്ക് വരാവുന്ന ഒരു അപകടമുണ്ട്. അവർ അവരുടെ കടമ നിർവഹിക്കാതെ വരുവാനുള്ളതിനു വേണ്ടി നോക്കിക്കാത്തിരിക്കും. ചുറ്റുപാടുകളോ അതിൻ്റെ ആവശ്യങ്ങളോ ഒന്നും അവർക്ക് ബാധകമല്ല. യിരെമ്യാ 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള ഭാഗത്ത് വിശ്വാസത്തിന് വിരുദ്ധമായ നടപ്പിലും പ്രവൃത്തിയിലും ഏർപ്പെട്ട ഇസ്രായേൽ ജനതയ്ക്ക് ന്യായവിധി ഉണ്ടാകും എന്ന് യിരെമ്യാവ് പ്രവചിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണെന്നും ഞങ്ങളുടെ നോമ്പും ഉപവാസവും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഞങ്ങളെ രക്ഷിക്കും എന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ബാഹ്യ ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നുകളഞ്ഞ ജനത്തിന് ശിക്ഷാവിധിയാണ് പ്രവാചകൻ പ്രവചിച്ചത്. നമ്മുടെ നോമ്പും ഉപവാസവും ആരാധനയും ഒക്കെ ബാഹ്യ ചടങ്ങുകളായി മാത്രം ഒതുങ്ങുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന നോമ്പും ഉപവാസവും എന്തോ എന്ന് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ചെറിയവരെ ഓർത്തുകൊള്ളുവാനും അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ എനിക്കാണ് ചെയ്യുന്നത് എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിനൊത്ത പ്രവൃത്തിയിലേക്ക് ഉയരുന്ന ജീവിതമാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ഇടയിലെ ചെറിയവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കൈത്താങ്ങൽ നൽകുക എന്നത് നമ്മുടെ കടമയാണ്. നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവേഷ്ടം നിറവേറ്റുവാൻ ക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മെ ശക്തീകരിക്കട്ടെ. 3. ജീവിതയാത്രയെ പ്രത്യാശ എന്ന നങ്കൂരം കൊണ്ട് ഉറപ്പിക്കുക. സ്ട്രെങ്തൻ ദ ജേർണി ഓഫ് ലൈഫ് വിത്ത് ഹോപ്പ് ആങ്കർഡ് ഇൻ ക്രൈസ്റ്റ്. എബ്രായർ 6:19 ഇപ്രകാരം വായിക്കുന്നു, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. പ്രത്യാശയ്ക്ക് പ്രതീകമായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് നങ്കൂരം. ക്രിസ്തീയ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് താരതമ്യം ചെയ്തിരിക്കുന്നു. വൻ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ലോകസാഗരത്തിലൂടെ വിശ്വാസക്കപ്പൽ നിത്യതയെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളും ഓളങ്ങളും തകർന്നു പോകാതിരിക്കണമെങ്കിൽ കപ്പൽ പ്രത്യാശ നങ്കൂരമിട്ട് ഉറപ്പിച്ചു നിർത്തണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള പ്രത്യാശയാണ് നമ്മുടെ നങ്കൂരം. അനേകം തിരമാലകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പതറാതെ ഉറപ്പും ധൈര്യവുമുള്ളവരായി നിൽപ്പാൻ ക്രിസ്തുവിലുള്ള പ്രത്യാശ നമ്മെ സഹായിക്കും. ഇവിടെ നമുക്കൊരു ദൗത്യവുമുണ്ട്. പ്രതികൂല ജീവിത സാഹചര്യങ്ങളിൽ പതറി ദിശാബോധം നഷ്ടപ്പെട്ട് തകർന്നു പോയ അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ആടിയുലയുന്ന കപ്പലുകൾക്ക് നങ്കൂരമിട്ട് അപകടം ഒഴിവാക്കുന്നത് പോലെ
തകർന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ആശ്രയവും അഭയസ്ഥാനവുമായി യേശുവിനെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും മുഖാന്തരമായി തീരണം. ഒരുപാട് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നമ്മുടെ ധൈര്യം കെടുത്തുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ പ്രതീക്ഷ തരുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മെ ശക്തീകരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിനായി നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ച് ബലപ്പെടുവാൻ ദൈവവുമായുള്ള നിരന്തര സമ്പർക്കത്തിൽ നമുക്ക് ജീവിക്കാം. നിത്യജീവന്റെ അനുഭവക്കാരാകുക എന്നതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. അതിനായി ഈ ലോകത്തിൽ നിർവഹിക്കേണ്ട കടമകൾ പൂർത്തീകരിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. പ്രത്യാശ എന്ന അങ്കൂരമിട്ട് ജീവിതത്തെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ആമീൻ.